വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ സോളാർ സീരീസിലെ അവസാനത്തെ വീഡിയോ. അപ്പം മൊത്തം കൂടെ ഒന്ന് ഓടിച്ചെന്ന് കാണിക്കുന്നുള്ളൂ. എന്താണ് ബാക്ക് സൈഡ് നമ്മുടെ സോളാറിൻ്റെ പാനൽ സെക്ഷൻ നമ്മൾ മുഴുവൻ ചെയ്തു. ലാൻഡിങ് വളർന്നു. അതിനകത്ത് ഉണ്ട് ചക്കർ പ്ലേറ്റ് ഷീറ്റൊക്കെ വെച്ച് അടിച്ച് നടക്കാവുന്ന പരുവത്തിലേക്ക് അത് കംഫർട്ടബിളാക്കി അടിപൊളിയാക്കി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പം പിന്നീട് കൊള്ളാമല്ലേ, രസമുണ്ടല്ലേ, കുഴപ്പമില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. സൈറ്റ് ഇവിടെ അടിയിൽ ഷീറ്റിങ്ങിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തു. നമ്മളത് കഴുകി വൃത്തിയാക്കി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡോറ് ചെയ്തിട്ടുണ്ട്, സ്ലൈഡ് ചെയ്യുന്ന ഡോറ്. നിങ്ങൾ വെളുത്തിരിക്കുന്നത് കാണുന്നില്ലെന്നുള്ളൂ. ഡോറ് സെക്ഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. കയറി വരുന്നൊരു ചവിട്ടുപടി ഏണി പോലത്തെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലാഡർ നേരത്തെ ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടാങ്കിൻ്റെ സെക്ഷനും പെയിൻറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്തു എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ ഈ പാനൽ സെക്ഷനും ഇതിനൊരു ലാൻഡിങ് സെക്ഷനൊക്കെ വെച്ച് കൊടുത്ത് അപ്രോക്സിമേറ്റ് എല്ലാം അത് ഇങ്ങനെയുള്ള പരിപാടി എല്ലാം തീർത്തിറങ്ങിയിട്ടുണ്ട്. കുറച്ച് ലീക്കേജിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മളത് 2 ദിവസം കൊണ്ട് ഇങ്ങനെ സോൾവ് ചെയ്യുമായിരുന്നു. അതങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അതൊരു ഒരു വല്ലാത്തൊരു ഏരിയ പോർഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടഫായിരുന്നു അത് ചെയ്യാനായിട്ട്. ഞങ്ങൾ 2-3 ദിവസം ഞങ്ങളെല്ലാവരും 2-3 ദിവസം ക്ഷമയോടെ അത് നോക്കിയിരുന്നു. മഴ പെയ്യുമ്പം നോക്കി അതിൻ്റെ എവിടെയാണ് എൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മളത് നോക്കിയിട്ട് അത് കൃത്യമായിട്ട് അതിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇനി അടുത്ത ദിവസം മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അവർ ഇൻഫോം ചെയ്യും. എന്നാൽ നമ്മളത് എന്തായാലും മുന്നോട്ട് വന്ന് ചെക്ക് ചെയ്യും. ഇതുവരെ നിലവിൽ ഇപ്പോൾ കുഴപ്പമില്ല. നമ്മളെല്ലാം വെള്ളമെല്ലാം ഒഴിച്ച് നോക്കി എല്ലാം 2-3 ദിവസത്തെ ഇവിടെ നല്ല മഴയായിരുന്നു. മഴ സമയത്തെല്ലാം നമ്മളത് ചെക്ക് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നമ്മൾ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ മുകളിൽ നോക്കിയാൽ കാണാമോന്ന് അറിയത്തില്ല. ഞാനൊരു കാര്യം കാണിക്കാം. അങ്ങോട്ട് നോക്കൂ. അതാണ് നമ്മുടെ പോണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് കാണിച്ച നെറ്റ്വർക്കിൻ്റെ പോണ്ട് ഏരിയ. നല്ല ചുറ്റ് ഏരിയ ആണ്. ഗാർഡനൊക്കെ ചെയ്ത് വലിയ വീടാണ്. ഇപ്പോൾ ഏറ്റവും റൂഫിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത്രയും ദിവസം ഞങ്ങളുടെ സീരീസ് ഒക്കെ കണ്ട, ഞങ്ങളുടെ ഈ ഒരു എപ്പിസോഡുകളൊക്കെ കണ്ട് നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വിളിച്ചറിയിക്കുകയൊക്കെ ചെയ്ത് എല്ലാവരോടുള്ള നന്ദി, താങ്ക്സ് ഈ സമയം ഞാനത് പറയുകയാണ്. ചിലപ്പം വീഡിയോയ്ക്ക് ലാസ്റ്റിങ്ങിൽ ഞാനിത് പറയാനായിട്ട് വിട്ടുപോയാൽ ഒന്നും തോന്നരുത്. 10 പേരെങ്കിലും കണ്ടുള്ളെങ്കിലും 10 പേര് നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ചു. പിന്നെ ഇവിടെ ഒരു ഫിൽറ്ററിൻ്റെ യൂണിറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അതിന് മുകളിൽ അതും വെള്ളം വീഴാതിരിക്കാനായിട്ട് ഷീറ്റൊക്കെ വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറേ വേസ്റ്റിൻ്റെ പേപ്പറുണ്ട്. എല്ലാം ഓക്കെയാണ്. അപ്പം വെളുത്ത പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴോട്ടങ്ങ് ഇറങ്ങുകയാണ്. ഈ ഒരു പോർഷനിലായിരുന്നു കോംപ്ലിക്കേഷൻ. മുകളിൽ നിന്ന് വെള്ളം വീഴുന്ന ഇപ്പോൾ 2 ടൈപ്പിൽ പ്ലെയിൻ ഷീറ്റ് വെച്ചിട്ട് വെള്ളം അകത്തോട്ട് ഇനി പോകാത്ത രീതിയിൽ നമ്മളാ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇത്രയും ഭാഗം ഓക്കെയാണ്. ബാക്കി നമുക്ക് നോക്കാം അടുത്ത ദിവസം മഴ വല്ലതും പെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വിളിച്ചറിയിക്കും. നമ്മൾ ആ സമയത്ത് വന്ന് തീർച്ചയായിട്ടും സർവീസ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിലവിൽ ഇല്ലെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ ചെക്ക് ചെയ്തപ്പം ഇല്ല. ഇനി അഥവാ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം. നമുക്കിനി സ്ലൈഡിങ് ഡോറും തുറന്നിട്ട് നമുക്ക് താഴെ നിന്ന് ഇറങ്ങിപ്പോകാം. ബെയറിംഗ് വീലൊക്കെ വെച്ച് നമ്മളത് സ്മൂത്ത് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊരു പോഷൻ കണ്ടോ, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷേ ഗ്യാപ്പ് ഏരിയ ഉള്ളിടത്ത് നമ്മൾ അതിനകത്തൊരു വെളുത്ത നിറത്തിൽ കാണുന്ന കണ്ടോ, നമ്മൾ PU ഫോമൊക്കെ വെച്ചത് അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അത് വരത്തില്ലെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ലോക്ക് ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ലോക്ക് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ലോക്ക് സെറ്റ് ചെയ്തിട്ട് എപ്പോഴും തുറക്കേണ്ടതൊക്കെ ആയതുകൊണ്ട് റാഡിൻ്റെ ഗ്യാപ്പ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് റാഡ് മേടിച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തിടാനായിട്ട് നമ്മൾ വേറെ കൂട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്. അവർക്ക് താല്പര്യമുള്ള സമയത്താണ് അവിടെ ഇട്ട്. അപ്പം താഴത്തെ റൂഫിങ്ങിൻ്റെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. താഴത്തെ റൂഫ ജസ്റ്റ് മൊത്തം കംപ്ലീഷൻ വീഡിയോ ആണ്. അതുകൊണ്ടാണ് അപ്പോൾ താഴത്തെ റൂഫിൻ്റെ കാര്യങ്ങൾ നമ്മളിവിടെ ഇങ്ങനെ സ്ട്രെച്ചർ ബാക്ക് സൈഡിൽ ഇങ്ങനെ സ്ട്രെച്ചർ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഗഡർ സെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഗഡർ സെക്ഷൻ കാണാതിരിക്കാനായിട്ട് മൊത്തം നമ്മൾ സിമെൻറ്റ് ബോർഡ് വെച്ചിട്ട് അത് മൊത്തം സ്ക്രൂ ചെയ്ത് മറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് മെയിൻ മാസ്റ്റർ ലെഗ് വരുന്നുണ്ടായിരുന്നു സോളാർ പാനലിൻ്റെ മേളിൽ നിന്ന് ത്രൂ ആയിട്ട്. അപ്പോൾ അതൊരു ഇവിടെ ഓൾറെഡി ഇനി UPVCയുടെ ഒരു വർക്കാണ് വരാൻ പോകുന്നത്. ഗ്ലാസ് ഫ്രെയിമൊക്കെ ഇട്ട് UPVCയുടെ വർക്ക് വരുന്നുണ്ട്. ഈ ഒരു പില്ലർ കുറച്ച് പൊലിപ്പ് നല്ലതായിട്ട് കാണാനായിട്ട് കുറച്ച് എടുത്തറിയാനായിട്ട് അതിൻ്റെ വീതിയും അതിൻ്റെ വിഡ്ത്ത് നമ്മൾ കൂട്ടിയിട്ടുണ്ട്.
അതും ഈ പറഞ്ഞ പോലെ തന്നെ സിമെൻറ്റ് ബോർഡ് വെച്ചിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. നല്ല സ്ട്രോങ് മെറ്റീരിയലാണ്. ഇവിടുത്തെയും ഈ കോർണറിൽ വരുന്ന പില്ലർ ആയതുകൊണ്ട് ഇച്ചിരി ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹെവി ആയിട്ട് ഉണ്ട്, നല്ല രീതിയിൽ ഇത് കൊടുത്ത് സെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് തന്നെ ത്രൂ ആയിട്ട് അങ്ങോട്ട് ചെല്ലുന്നു. ഇവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ അടിച്ചിരിക്കുന്നത് പ്രിഫറേറ്റർ ഷീറ്റാണ്. ഉണ്ടോ, പ്രിഫറേറ്റർ, അതായത് പ്രിഫറേറ്റർ എന്ന് പറഞ്ഞാൽ ഹോൾ ടൈപ്പ് ഒരു ഷീറ്റാണ്, ഒരു വേരിയൻ്റുള്ള ഷീറ്റാണ് വരുന്നത്. ഹോളുള്ള ടൈപ്പ് ഷീറ്റാണ് വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എയർ സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കും. എന്നാൽ പുറത്തുനിന്ന് പെട്ടെന്ന് നോക്കിയാൽ ഇൻസൈഡ് അങ്ങനെ എന്താണ്, പുറത്തുനിന്ന് പെട്ടെന്ന് നോക്കിയാൽ ചിലപ്പം വിസിബിൾ ആകണമെന്നില്ല. പിന്നെ അതുപോലെ എ സിയുടെ ഒരു വെൻറ്റ് ഇട്ടിരിപ്പുണ്ട്. അപ്പോൾ എ സിക്ക് കൃത്യമായിട്ടൊരു എയർ സർക്കുലേഷൻ കിട്ടണം. കാരണം ഇവിടെ എല്ലാം ഗ്ലാസ് എല്ലാം വന്ന് മറിഞ്ഞു പോകുമ്പം പിന്നെ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ എയർ പാസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പം എ സിക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇവിടുത്തെ എല്ലാം ക്ലിയർ ചെയ്തു. കുഞ്ഞൊക്കെ ഉള്ളത് ഇവിടെ എല്ലാം ഇത്തിരി തുണിയൊക്കെ വിരിച്ചിട്ടേക്കാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വീഡിയോ എല്ലാം അത്യാവശ്യം കംപ്ലീഷനായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവന് ചെയ്ത് വലിയ ഇൻ്റർനാഷണൽ പണിയാണോ എന്നൊക്കെ വിചാരിക്കും. നമുക്ക് ഒരു വർക്കിനെ നമ്മൾ അത്ര നിസ്സാരമായിട്ടൊന്നും കാണുന്നില്ല. വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് നമ്മൾ വർക്കുകളെല്ലാം ചെയ്യുന്നത്. പിന്നെ അക്വാസ്റ്റാറിൻ്റെ പാത്തി നമ്മളിവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അക്വാസ്റ്റാറിൻ്റെ പാത്തി കൊടുത്തു. വെള്ളം പോകാനുള്ള ഡ്രോപ്പ് നമ്മളതിവിടെ ഡ്രോപ്പ് താഴോട്ടാക്കി ലൈനാക്കി സെറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ത്രൂ ഓൾറെഡി അത് അങ്ങൂന്ന് അത് കൂരടെ നമ്മൾ മുമ്പേ കണ്ട ടോപ്പ് റൂഫിൽ നിന്ന് വരുന്ന വെള്ളം കൂടെ കളക്ട് ചെയ്ത് ഒരുമിച്ച് പോകാനുള്ള ഔട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഇവിടുത്തെ സെഗ്മെൻറ്റ് ഓക്കെയാണ്. അങ്ങനെ നമ്മൾ വീടിൻ്റെ പുറത്തിറങ്ങി നല്ല ഗാർഡൻ ഏരിയ ചവിട്ടി പോകുന്ന രീതിയിൽ കല്ലൊക്കെ ഇട്ട് പാകിയെല്ലാം വെടിക്കെട്ടൊക്കെ നിറച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആ വീഡിയോ ചെയ്ത പോണ്ടിൻ്റെ മുകളിൽ നമ്മൾ മെഷൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇത്രയായിരുന്നു നമ്മുടെ വർക്ക്, ഇവിടുത്തെ വർക്ക്. പിന്നെ അതുകൂടാതെ കുറേ മെയിൻ്റനൻസ് വർക്കുകളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് മനോഹരമായ ഭവനം, വീട്. നല്ല രസമുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വീടാണ്. നല്ല രീതിയിൽ അവർ ആ വീട് മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ, വളരെ ഭംഗിയായിട്ട് തന്നെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗാർഡനാണ്. ഒരു വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് മുറ്റമാണ്. ഒരു ഗാർഡനായിട്ടുള്ള രീതിയിൽ ഒരു കാര്യങ്ങളും ഏച്ചുകെട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ, ഒരുപാട് വർക്കുകളൊന്നും ചെയ്യാതെ തന്നെ വളരെ നീറ്റായിട്ട് വളരെ വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ ഈ വീടിൻ്റെ ആംബിയൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു വർക്കും എല്ലാം വളരെയധികം ഹാപ്പിയായിട്ട് തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. വർക്ക് ഞങ്ങൾക്ക് അത് ഒത്തിരി സന്തോഷത്തോടുകൂടി തന്നെ ഞങ്ങൾക്ക് ഈ വീട്ടിൽ ചെയ്യാൻ പറ്റി. ഇവിടുത്തെ ക്ലയൻറ്റും എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. ഇവിടുത്തെ സാറായാലും മേഡമായാലും ഇവിടുത്തെ നമ്മുടെ സഹോദരനെ പോലെ കാണുന്ന ഒരു അദ്ദേഹവും എല്ലാവരും കേട്ടോ, ഈച്ച് ആൻഡ് എവറി വൺ എല്ലാവരും നല്ലൊരു സപ്പോർട്ടും നല്ല സഹകരണവും. ഞങ്ങളെ വേറെ രീതിയിലും അവർ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, മറ്റൊരു തരത്തിൽ ഞങ്ങൾക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് അവർ തന്നു, വർക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യം തന്നു, അതുപോലെ സഹകരിക്കുക സ്നേഹമായിരുന്നു. അപ്പം ആ എല്ലാ നല്ല മനസ്സ് ഉള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എല്ലാം ദൈവാനുഗ്രഹത്തിന് എല്ലാം നന്നായിട്ട് തന്നെ ആഗ്രഹപ്രകാരം കറക്റ്റ് സമയത്ത് തന്നെ തീർന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇത്രയാണ് നമ്മുടെ വർക്കിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും ദിവസം നമ്മുടെ വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഉള്ള നന്ദി ഞാൻ ഈ സമയം ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്. ഇനിയിപ്പോൾ ലാസ്റ്റുള്ള ഞങ്ങളുടെ മുഴുവൻ പാക്കിംഗ് ആണ്. എല്ലാ സാധനങ്ങളെല്ലാം പോകാൻ വേണ്ടി പാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ എല്ലാവരും പിള്ളാച്ചനുണ്ട്, ദീപക്കുണ്ട്, എല്ലാവരും അതെല്ലാം സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. കൊണ്ടുവന്ന എല്ലാ ഐറ്റംസും തിരിച്ചു കൊണ്ടുപോകണം. അതിനുവേണ്ടി അതൊന്ന് കണ്ടിട്ട് വരാം. പണിക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊന്നും ഒരെണ്ണം പോലും മിച്ചമില്ലാതെ തിരിച്ച് കൊണ്ടുപോകണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവന്ന സാധനങ്ങൾ അതുപോലെ കാണുമോ അവിടെ പോയോ? പിള്ളാച്ചൻ ഇവിടെ എല്ലാം ഒതുക്കുവാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞ് പിള്ളാച്ചൻ ചാവുട്ടി ഒതുക്കുവാണ്. എല്ലാം ഒതുക്കി റെഡിയാക്കാൻ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. ഞങ്ങളൊരു പടയ്ക്ക് യുദ്ധത്തിന് പോകുന്നതല്ല, ഞങ്ങൾ വർക്കിന് പോകുന്നത്. യുദ്ധത്തിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് മുഴുവനുണ്ട്. വെള്ളി മെഷീൻ, അതിൻ്റെ മെഷീൻ, എന്തൊക്കെയാണ് പറയാൻ പോയാൽ ഒത്തിരി ഉണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം ആണ് കണ്ടു കിടക്കണം. ഈ സ്വിച്ച് ബോർഡ് സാറിൻ്റെ അല്ലേ? എല്ലാം തിരിച്ചു കൊടുത്ത് സെറ്റായി. ഇനി നമ്മുടെ പടക്കുതിര ഇവിടെ റെഡിയായി നിൽക്കുകയാണ്, റെഡിയാകാനായിട്ട്. നമ്മുടെ ലോഗോ ആക്രി സാധനങ്ങളാണ് ഇനിയിപ്പോൾ. പട്ട, കമ്പി, ഒരു വണ്ടി എടുത്ത് ഞങ്ങളൊരു റോപ്പിട്ടങ്ങ് ടൈറ്റ് ചെയ്താലോ. ഒത്തിരി ഉള്ളത് കയറും എല്ലാം കൂടെ.
സൈറ്റിൽ നിന്ന് ഈ സാധനം പൊക്കിയിട്ടുണ്ട്. കട്ടിലെ വിരിക്കാനാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഞാൻ പറഞ്ഞത് കട്ടിലെ വിരിക്കാനുള്ള സാധനമല്ല, ജനലിൽ കട്ടന് വരമൊക്കെ ഇടുന്നതാണ്, അല്ലെങ്കിൽ വെയിലടിക്കാതിരിക്കാൻ പുറത്തേക്ക് ഇടുന്നതാണെന്ന് പറഞ്ഞു. ആ സാധനം മാത്രം മേലോട്ട് മാറ്റിച്ചേക്കെ. അയ്യോ ബുദ്ധിമുട്ടൻ സാധനമാണ്, ബുദ്ധിമുട്ടൻ സാധനം. അയ്യോ ഞാനും കൂടെ ഒന്ന് അടുക്കാനൊക്കെ കൂടിയിട്ടെ, ലാസ്റ്റ് പിന്നെ വരാം. അങ്ങനെ നമ്മുടെ വർക്കുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടിക്കകത്ത് എല്ലാ സാധനമെല്ലാം കയറ്റി സെറ്റായി വണ്ടി ഇവിടെ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിള്ളേരും ടീം സെറ്റെല്ലാം റെഡിയായി. അപ്പം ഈ സൈറ്റിലെ സോളാർ സൈറ്റിലെ വർക്കിൻ്റെ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് മിനിറ്റാണിത്. അപ്പം ഇത്രയും നാൾ നമ്മുടെ വീഡിയോസ് കാണുകയും അഭിപ്രായങ്ങൾ അറിയുകയും ചെയ്ത എല്ലാവരോടുള്ള നന്ദി ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ സൈനൗട്ട് പറയാൻ പോവാണ്. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് തിരുവല്ലായ്ക്കടുത്ത് മഞ്ഞാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ അടുത്തൊരു റൂഫിങ്ങിൻ്റെ ഒരു സെഗ്മെൻറ്റ് വർക്കുമായിട്ട് പോകുന്നത്. അപ്പം ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ ആ റൂഫിംഗ് വർക്കിൻ്റെ വീഡിയോസ് ആയിരിക്കും നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണിച്ച അതേ സഹകരണവും സ്നേഹവും ഒക്കെ നിങ്ങൾ വീണ്ടും കാണിക്കുക. അപ്പം വീണ്ടും ഞാൻ സൈനൗട്ട് പറയുന്നു. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. ടേക്ക് കെയർ.